നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. ഞാൻ ഖബർ സിയാറത്തിനെ നിങ്ങൾക്ക് തടഞ്ഞിരുന്നു, ഇപ്പൊ നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ, സുന്നത്താക്കി. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്? അതുകൂടെ ഹദീസിലുണ്ട്. എന്തിനു വേണ്ടിയാ ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്? 4 കാര്യങ്ങളാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഒന്നെന്താ? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോക ചിന്തയുണ്ടാകാൻ. അതേപോലെ ഫഇന്ന ഫീഹാ ഇബ്റത്തുൻ, അതിൽ പാഠമുണ്ട്. ുണ്ടതിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. നമ്മൾ പോയി കിടന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ മനോഹരമായ ഈ ശരീരത്തെ ചിതലും പുഴുക്കളും തിന്നു നശിപ്പിക്കാനുള്ളതാണ്. അങ്ങനെയുള്ള ഖബറൊന്ന് നീ പോയി കാണൂ. അതാ ഇസ്ലാം പറഞ്ഞത്. ഖബർ പോയി കണ്ടാൽ എന്ത് ചെയ്യണം, ഒരു ഖബർ കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് ഹദീസിലുണ്ട്. പോയിട്ട് ഖബറിന്റെ അടുക്കൽ പോയാൽ സലാം പറയണം. അസ്സലാമു അലൈക്കും അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഇന്നാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖബർ കണ്ടാൽ സലാം പറയേണ്ടത് ഈ രീതിയിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെയോ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ ആളുകൾക്ക് പിഴവ് സംഭവിച്ചു പോയത്. നമ്മുടെ സഹോദരങ്ങൾക്ക് പിഴവ് സംഭവിച്ചു പോയത് എന്താ? ഖബർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വരുമാനത്തിന്റെ മാർഗം അല്ലേ? ആ വരുമാനത്തിന്റെ മാർഗത്തെ ആവും വിധം പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നത്. പക്ഷേ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വഹീഹായ ഹദീസുകൾ, ഇമാമിയങ്ങളുടെ ഉദ്ധരണികൾ, അതെല്ലാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. പിന്നെ മരിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താന്ന്, മരിച്ചു കഴിഞ്ഞാൽ എന്താ? മരിച്ചു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് എന്താന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? മരിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ മരിച്ച ആക്ക് കിട്ടും റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇദാ മാത അബ്ദുൻ ഇൻഖത അമലുഹു, ഒരാൾ മരിച്ചാൽ അവന്റെ എല്ലാം കഴിഞ്ഞു. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ. സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, വ ഇൽമുൻ യുന്തഫഉ ബിഹി, പ്രയോജനകരമായ അറിവ്, വ വലദുൻ സാലിഹ്, നല്ല മക്കൾ, സാലിഹായ മക്കൾ, യദഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുക. എന്നാൽ ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ ഉസ്താദുമാര് പറഞ്ഞെന്താ? മുജാഹിദുകൾ മരിച്ചാൽ തേക്കൻ തടി കൊണ്ടുപോകണവരെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്, മയ്യത്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഇത് ആരാ പറഞ്ഞത്? മുജാഹിദുകൾ മരിച്ചാൽ തേക്കൻ തടി കൊണ്ടുപോകുന്നത് പോലെയാണെന്നൊക്കെ പറയുന്ന ആരാ? മുജാഹിദുകൾ എന്നല്ല, ആര് മരിച്ചാലും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ശാന്തമാകണമെന്ന് പണ്ഡിതന്മാര് വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്.
പണ്ഡിതന്മാര് ഇമാം നവവി പഠിപ്പിക്കുന്നുണ്ട്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശാന്തമായിട്ട് പോകണം. വഅലം അന്ന സവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റിദ്വാനുല്ലാഹി തആല അലൈഹി. ശരിയായ മാർഗം എന്താണ്? ശരിയായ മാർഗം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുൻഗാമികൾ സ്വീകരിച്ച മാർഗമാണ്. എന്താ മുൻഗാമികൾ സ്വീകരിച്ച മാർഗം? അസ്സുകൂതു ഫീ ഹാലി സൈരി മിനൽ ജനായിസത്തി. മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തില് ശാന്തമായി പോവുക, മൗനം പാലിക്കുക. ഫലാ യുർഫഉ സൗത്തുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക. ഖുർആൻ ഓതിക്കൊണ്ടോ ദിക്ർ ചൊല്ലിക്കൊണ്ടോ അല്ലാതെയോ ശബ്ദമുയർത്താൻ പാടില്ല. ഇമാം നവവി തന്റെ അദ്കാറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം നവവി രേഖപ്പെടുത്തി വെച്ചതാ. എന്നിട്ട് അദ്ദേഹം പറയുന്നു വൽ ഹിക്മതു ഫീഹി ളാഹിറത്തുൻ. ഇതിന്റെ ഉള്ളിലുള്ള യുക്തി വ്യക്തമാണ്. വഹി അന്നഹു അസ്കനു ലിഖാതിരിഹി വഅജ്മഉ ലിഫിക്രിഹി. അത് ചിന്തിക്കാൻ, മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും പ്രയോജനപ്രദമാകുന്നത് ശാന്തമായി പോകുമ്പോഴാണ്. ഇങ്ങനെ ഒരുപാട് ഉദ്ധരണികൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശാന്തമായി പോണമെന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത്. അത് തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച അതേ ആശയമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ പ്രകാരം തന്നെ മരിച്ചാൽ മയ്യത്തിന്റെ കബറങ്ങൾ തലക്കയിൽ പോയിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മയ്യത്തിന് ചുറ്റും കൂടിയിരുന്നു കൊണ്ട് ഖുർആൻ ഓതുക, ഖുർആൻ പാരായണം ചെയ്യുക. എന്നാൽ അതിന്റെ വിധി എന്താ? അതിന്റെ വിധി എന്താണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ തഫ്സീറിൽ പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തുൻ നജ്മിലെ 39-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഒരു മനുഷ്യൻ അവൻ അധ്വാനിച്ചതല്ലാതെ എന്തെങ്കിലും കിട്ടുമോ എന്ന ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ പറയുന്നു വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തംബത്ത ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വമൻ തബിഅഹു. ഇമാം ശാഫിഈയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും തെളിവ് പിടിച്ചിരിക്കുന്നു. എന്താ തെളിവ്? അന്നൽ ഖിറാഅത്ത, വിശുദ്ധ ഖുർആൻ പാരായണം, മരിച്ച ആൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം, ലാ യസിലു ഇഹ്ദാ സവാബിഹാ ഇലൽ മൗതാ. അത് ഓതി ഹദിയ ചെയ്താൽ മരിച്ച ആൾക്ക് അതിന്റെ കൂലി കിട്ടൂല. ഇമാം ഷാഫി പറഞ്ഞതായിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. മുജാഹിദുകൾ അതാ പറയണത്. മുജാഹിദുകൾ പറഞ്ഞതാ. അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, അത് അനുവദനീയമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിന്റെ അടുക്കൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖബർ എത്രത്തോളം കെട്ടിയുണ്ടാക്കണം, കെട്ടിപ്പൊക്കാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര കെട്ടിപ്പൊക്കരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിന്റെ മുകളിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ അതൊക്കെ ആ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഖബർ കെട്ടിപ്പൊക്കി അതൊരു ആരാധനയുടെ രൂപം നൽകിക്കൊണ്ട് മുൻഗാമികളായ ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും തേടാനും അവർ സ്വീകരിച്ചതുപോലെയുള്ള മാർഗങ്ങൾ നമ്മുടെ ആളുകളും സ്വീകരിക്കുന്നു. അപ്പോഴാ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അത് അത് തെറ്റാണ്. ഇതാ മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളൂ ഈ സമുദായത്തോട്. അതല്ലാതെ കണ്ട് മുജാഹിദുകളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു പോകുന്ന ആളുകൾ മനസ്സിലാക്കണം, തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിന് വ്യക്തമായ രേഖകൾ വേണം. എന്തെങ്കിലും മുറിക്ലിപ്പോ ക്ലിപ്പിന്റെ വാലോ തുമ്പോ എടുത്തിട്ടിട്ട് മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞാലൊന്നും ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ സ്വീകരിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആളുകൾ പ്രാപ്തമായി തുടങ്ങി, ആളുകൾക്ക് ബോധമുണ്ടായി തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളാണ് പറയുന്നത്, നിങ്ങളത് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്ന പണ്ഡിത സംഘടനയായിരുന്നു സമസ്ത. ഇപ്പൊ അത് പറയാൻ കഴിയില്ല. ഞങ്ങളാ പറയുന്നത്, നിങ്ങൾ സ്വീകരിച്ചോളാൻ പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കൂല. ജനങ്ങൾക്ക് കാര്യബോധമുണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഈ സാഹചര്യം. ആ സാഹചര്യമാണ് നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു തർക്കം. അതാണ്. മറ്റൊരു തർക്കം എന്താ? ഒരു മുസ്ലിമിനൊരു വേവലാതിയോ ആവലാതിയോ ഉണ്ടായാൽ അവൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അവന്റെ ആവലാതി പറയേണ്ടത് അള്ളാഹുവിനോടാണ്. അതല്ലാതെ മരിച്ചുപോയ ആളുകൾ
ോടോ മഹാന്മാരോടോ സാക്ഷാൽ അള്ളാഹുവിന്റെ പ്രവാചകനോടോ പോലും അല്ല. ഒരാൾക്കൊരു ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു തെറ്റ് ചെയ്തു ഒരാൾ തെറ്റ് ചെയ്താൽ അവൻ പറയേണ്ടത് ആരോടാ? അള്ളാഹിനോടാണ് ആവലാതി പറയേണ്ടത്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മഹത്വം പറയാനെന്തവണ്ണം, പ്രവാചകന്റെ മദ്ഹ് പറയാനെന്നവണ്ണം, പ്രവാചകന്റെ പേരിൽ പ്രകീർത്തനങ്ങൾ ഉണ്ടാക്കി ഉള്ള കഥകളും ഇല്ലാ കഥകളും പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ ചൊല്ലിപ്പറയുന്ന മാലയും മൗലൂദും അതേപോലെയുള്ള പ്രവണതകളെല്ലാം അതിനകത്ത് ഒളിച്ചിരിക്കുന്ന അപകടകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. എന്താ പറയണത്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അങ്ങനെയല്ലേ പറയുന്നത്? എന്താ ഇതിനർത്ഥം? എന്താ ശരിക്കും അതിന്റെ അർത്ഥം? ഒന്ന് കേട്ടു നോക്ക്. ഇർതകബതു അലൽ ഖതാ, ഞാൻ തെറ്റുകളുടെ മുകളിൽ കയറിപ്പോയി. ഞാൻ തെറ്റുകളുടെ മുകളിൽ കയറിപ്പോയി. എങ്ങനെ തെറ്റ് ചെയ്തു? ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണമോ ക്ലിപ്തമോ ഇല്ലാതെ നിരവധി അനവധി കുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിമാരിൽ ഉത്തമനായ എന്റെ നേതാവായ നബിയെ, അങ്ങയോട് ഞാൻ ഇതാ ആവലാതി പറയുന്നു. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ പഠിപ്പിച്ച ആശയമാണോ? 1.25 ലക്ഷത്തോളം പ്രവാചകന്മാര് പഠിപ്പിച്ച ആദർശം അതാണോ? പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ട്, സ്നേഹമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണമെന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ അള്ളാന്റെ പ്രവാചകനോട് ചെയ്ത തെറ്റിന് ആവലാതി പറയാൻ എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, മുൻകാലങ്ങളിൽ ജാഹിലിയാക്കളുടെ ഇടയിൽ ലിഹാർ എന്ന് പറയുന്ന ഒരു ആചാരമുണ്ടായിരുന്നു, ഒരു ദുരാചാരമുണ്ടായിരുന്നു. ലിഹാർ, ഭാര്യയുടെ അടുക്കൽ പോയിട്ട് നീ എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണെന്ന് പറഞ്ഞാൽ അത് ലിഹാറാണ്. അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ പിന്നെ ഭാര്യയുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം പറ്റും. ഇങ്ങനെ ഒരു ദുരാചാരം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സഹാബികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, അന്തികലഹിരി ഉമ്മീ, നീ എന്റെ ഉമ്മാടെ മുതുക് പോലെയാണ്. അത് പറഞ്ഞത് ആരോടാ? സഹാബി വനിതകളിൽ പ്രഗത്ഭയായ വനിത ഹൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹയോടാണ്. ഇത് കേട്ടപ്പോൾ ഹൗല റളിയല്ലാഹു അൻഹ നേരെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അള്ളാന്റെ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് ഹൗല റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ലിഹാർ എന്ന് പറയുന്ന ദുരാചാരം ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ വിഷയത്തില് ഇസ്ലാമിന്റെ നിലപാടെന്താണ്? ആ ദുരാചാരം ഇനിയും നമുക്ക് വെച്ച് പുറപ്പിക്കണമോ? ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹൗല റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഹൗല, ആ വിഷയത്തിൽ ഒരു വ്യക്തമായ തീരുമാനം പറയാറായിട്ടില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ വക്കൽ നിന്ന് വഹി വരണം. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹിയ ഇല്ലാ വഹയ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഊഹാപോഹങ്ങൾ സംസാരിക്കുന്ന ആളല്ല, വ്യക്തമായ വഹീന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ആ വിഷയത്തിന് മറുപടി കൊടുത്തില്ല, ഹൗലയ്ക്ക് മറുപടി കൊടുത്തില്ല. ഹൗല പല ആവർത്തി വന്നു. അപ്പോഴൊക്കെ പ്രവാചകൻ മടക്കി അയച്ചു. ഒരു പ്രാവശ്യം ഹൗല റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഹൗല പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്തകീ ഇലൈക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ വിഷയത്തിലുള്ള ആവലാതി ഞാൻ അല്ലാഹുവേ നിന്നോട് പറയുകയാണ്. ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ആ സമയത്ത് വഹി ഇറങ്ങുക. സൂറത്തുൽ മുജാദലയുടെ തുടക്കം അവിടെ ഇറങ്ങുകയാണ്. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തഖീ ഇലല്ലാഹ്. നബിയെ, ഭർത്താവിന്റെ വിഷയത്തിൽ അങ്ങയോട് വന്ന് തർക്കിച്ച് അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞ പെണ്ണിന്റെ പരാതി അല്ലാഹ് കേട്ടു. നബിയെ, പരാതി ആരോടാ പറഞ്ഞത്? ആവലാതി ആരോടാ പറഞ്ഞത്? അള്ളാഹിനോട്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്താ? വതസ്തഖീ ഇലല്ലാഹ്. ആവലാതി അള്ളാഹിനോടാ പറയേണ്ടത്.
എന്നാ നമ്മുടെ സഹോദരങ്ങള് ആവലാതി അള്ളാന്റെ പ്രവാചകനോട് പറയാൻ പഠിപ്പിക്കുന്നു. അവിടെയാണ് നമ്മുടെ സമുദായത്തിന് പിഴവ് പറ്റിയത്. പിഴവ് പറ്റൽ അവിടെ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയില്ല. എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ അള്ളാഹുവിനുള്ള ഗുണവിശേഷങ്ങളെല്ലാം അള്ളാഹു അല്ലാത്ത ചില മഹാന്മാർക്കും ഉണ്ട് എന്നതിലേക്കാണ് പിന്നെ നമ്മുടെ സഹോദരങ്ങളുടെ പോക്ക്. നമ്മുടെ പണ്ഡിതന്മാര്, നമ്മുടെ സമസ്തക്കാരായ കൂട്ടുകാരെ, അവര് പറയുന്നത് എന്താ? അള്ളാഹുവിനുള്ള അതേ വിശേഷങ്ങളൊക്കെ, അതേ ഗുണവിശേഷങ്ങളൊക്കെ, കഴിവുകളൊക്കെ അള്ളാഹു അല്ലാത്ത ചില മഹാന്മാർക്കും ഉണ്ട്. അതിലേക്ക് എത്തുന്നത് ആ വിഷയം ഞാനിവിടെ പറയുമ്പോൾ എന്റെ സഹോദരങ്ങളെ, ആ വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ വിശ്വാസം നിങ്ങൾ തിരുത്താൻ തയ്യാറാവുക. ആ വിശ്വാസം നിങ്ങൾക്കില്ല എങ്കിൽ ആ വിശ്വാസവുമായി പോകുന്ന നമ്മുടെ ഉസ്താദുമാരോട് തിരുത്താൻ പറയുക. ഞാനിത് വായിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് വളരെയധികം പ്രചാരം ഒരു ഖസീദയുണ്ട്, ഖസീദത്തുൽ ഖുതുബിയ്യ, ഖുതുബിയ്യത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഖസീദ. ആ ഖസീദയുടെ മലയാള പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയൊന്നുമല്ല, പാറന്നൂർ PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയതാണ്. ഈ പരിഭാഷയിൽ മൂന്ന് കാര്യം ഞാൻ വായിക്കുന്നുള്ളൂ. ഇത് വായിക്കാനുണ്ട്, ഇത് ഒരുപാട്, ഏകദേശം ഒരു 30-35ഓളം പേജ് ഇതിൽ വായിക്കാനുണ്ട്. പക്ഷേ എന്റെ സഹോദരന്മാരുടെ ഉള്ളിലേക്ക്, മനസ്സിലേക്ക് ഇട്ടുതരാൻ 3 പോയിന്റ് മാത്രമേ എന്ന് പറയുന്നുള്ളൂ. ഇതിൽ ഒന്നാമത്തത് എന്താ? ഒന്നാമത്തേത് അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നവനെന്നാ നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അതാണ് ശരിയും, അതാണ് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചത്. എന്നാൽ ഇതിൽ പറയുന്നു, യാ ഖുതുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദിഹിം വഗൈതഹുമാ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഖുതുബായ മുഹിയുദ്ദീൻ ശൈഖ്. ഞാനിത് പറയുമ്പോ ഒരു കാര്യം തുടക്കത്തിൽ പറയുന്നു. മുഹിയുദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാൽ 5ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭനായ പരിഷ്കർത്താവ് ഒരു പണ്ഡിതനാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുൽ ഖാദർ എന്നാണ് പേര്. അദ്ദേഹം അന്നത്തെ ആളുകൾ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും എല്ലാം പോയപ്പോൾ ആ ജനങ്ങളെ തന്റെ സ്വതസിദ്ധമായ പ്രഭാഷണ ശൈലികളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഇസ്ലാമിന്റെ തത്വങ്ങൾ മരണപ്പെട്ടു പോയ ജനങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ തത്വങ്ങൾ പുനർജീവിപ്പിച്ചു എന്ന ആശയം വരുന്ന മുഹിയുദ്ദീൻ എന്ന അപരനാമം അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങനെയാണ്. അത്രയും നല്ല ഒരു മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമുണ്ട്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം ഫതഹുർ റബ്ബാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനമായ പോയിന്റ് ഇതാണ്: യാ ഗുലാം മാ അൻത അലാ ശൈഇൻ, മോനെ നീ ആരുമല്ലടാ. മാ അൻത അലാ ശൈഇൻ, നീ ഒന്നുമല്ലടാ. അൻത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ത തക്രിബു, നീ കളവാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? വഫീ ഖൽബിക ജമാഅത്തും മിനൽ ആലിഹ, നിന്റെ മനസ്സിൽ ഒരു കൂട്ടം ദൈവങ്ങൾ വേറെയില്ലേ? നീ അല്ലാഹുവിന് പുറമെ എത്ര ആളുകളെയാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അങ്ങനത്തെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ശരിയായിട്ടുണ്ടോ? ഇത് മുഹിയുദ്ദീൻ ശൈഖ് പഠിപ്പിച്ചതാ. ആ മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ചാണ് ഈ ഖുതുബിയ്യത്തിൽ പറയുന്നത്. അദ്ദേഹം ഇതിനൊന്നും വകവെച്ചു കൊടുക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്: യാ ഖുതുബ അഹ്ലി സമാഇ വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖുതുബ്. ഖുതുബ് എന്ന് പറഞ്ഞാൽ കേന്ദ്രബിന്ദുവായ മുഹിയുദ്ദീൻ ശൈഖ്. യാ ഫൈല വഗൈസഹുമാ വഗൗസഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഗൗസ്. ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായി, പരമസഹായിയുമായ മഹാനായ ശൈഖ്. യാ ഫൈല ഐനൈ വുജൂദിഹിം വഗൈതഹുമാ, ആകാശ ലോകത്തും ഭൂമിയിലുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കിത്തരുന്ന മഹാനെ. ലാ ഹൗല വലാ ഖുവത.
എന്താ അതിനർത്ഥം? ഇത് ഞാൻ ഈ പുസ്തകത്തിന് ഈ അർത്ഥം വായിച്ചത്, ഇത് എന്റെ വക അർത്ഥം പറഞ്ഞല്ല, ഈ പുസ്തകത്തിന് അർത്ഥം വായിച്ചതാ. ആകാശത്തിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും ഉപകാരപ്രദമായ അരുവിയും വെള്ളവും മഴയും ഒഴുക്കി തരുന്നത് മുഹ്യിദ്ദീൻ ശൈഖാണെന്നാണ് ഖുത്ബിയ്യത്തിൽ പറയുന്നത്. ആ ഒരു വിശ്വാസം ഈ നാട്ടിലെ സഹോദരന്മാർക്കുണ്ടോ? സാധാരണക്കാരായ ആളുകൾ, ഉസ്താദുമാരുടെ അവസ്ഥ അവിടെ നിൽക്കട്ടെ. ഉസ്താദുമാരിൽ ഭൂരിപക്ഷം ആളുകളും ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലാക്കാതെയാണ് ഭൂരിപക്ഷം ആളുകളും ചെല്ലുന്നത്. കാരണം ഞാനും കുറെ കാലം ചെല്ലിയാളാണ്, അന്ന് അത്ര വലിയ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടില്ല. അപ്പോ ഉസ്താദുമാരെ മാറ്റി നിർത്തിക്കൊണ്ട് സാധാരണക്കാരോട് ചോദിക്കുകയാണ്, അള്ളാഹുവാണ് ആകാശത്ത് നിന്ന് മഴ ഇറക്കി തരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖാണ് ആകാശത്തിൽ നിന്ന് മഴ ഇറക്കി തരുന്നത്, വെള്ളം ഇറക്കി തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗൗരവമാണ്. കാരണം എന്താ? മക്ക മുശ്രിക്കുകൾ പോലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ആകാശത്ത് നിന്ന് മഴ ഇറക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അവര് പറയും അള്ളയാണെന്ന് പറഞ്ഞ മക്ക മുശ്രിക്കുകൾ. നമ്മുടെ സഹോദരങ്ങൾ പറയുന്നത് എന്താ? മുഹ്യിദ്ദീൻ ശൈഖ് അള്ളാഹ് ഇറക്കും, അള്ളാഹ് ഇറക്കൂലെന്ന് പറയണല്ല, അള്ളാഹു ഇറക്കും, പിന്നെ മുഹ്യിദ്ദീൻ ശൈഖ് ഇറക്കും. അത് അപകടകരമായ ഒരു വിശ്വാസമല്ലേ? അടുത്ത വിശ്വാസം കേക്ക്. നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് അള്ളാഹു അസ്മാഉൽ ഹുസ്നയിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലേ. അള്ളാഹുവിന് മഹത്തായ പേരുകളുണ്ട്. ഖുലിദുല്ലാഹ വിദുർ റഹ്മാന അയ്യമ്മാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. റഹ്മാനെന്നോ റഹീമെന്നോ ഏത് പേര് വിളിച്ചാലും അള്ളാഹുവിന് നല്ല പേരുകളുണ്ട് അല്ലേ? 99 പേരുകൾ അള്ളാഹുവിനുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകളാണ്. അസ്മാഉൽ ഹുസ്ന ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിൽ പറയുന്നു അള്ളാഹുവിന് 99 പേരുള്ളത് പോലെ പേര് കൊണ്ട് ഉന്നതി നേടിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖിനും 99 പേരുണ്ട്. 99 പേര് ചിലപ്പോൾ ഒരാൾക്കുണ്ടായിക്കൂടായില്ല, ഉണ്ടാവുമായിരിക്കും, നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ അള്ളാഹ്ക്ക് 99 പേരുണ്ടല്ലോ, അപ്പൊ മൊയ്തീൻ ശൈഖിനും 99 പേര് വേണം. ആ 99 പേരിന് എന്തെങ്കിലും ഒരു മഹത്വം വേണ്ടേ? മഹത്വം പറയുന്നു, ഈ പേരുകൾ ആരെങ്കിലും ഉറുക്ക് അഥവാ ഏലസെഴുതി കെട്ടിയാൽ ശൈത്താന്റെ ഉപദ്രവം അവൻ ഉണ്ടാവുകയില്ല. ഈ ഒരു വിശ്വാസം എന്റെ സഹോദര, എന്റെ സഹോദരി, നിങ്ങൾ നിഷ്പക്ഷമതികളാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക. മുഹ്യിദ്ദീൻ ശൈഖിന്റെ 99 പേര് ഉറുക്കെഴുതി കെട്ടിയാൽ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നൊരു വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ, മൻ അല്ലക തമീമ, ആരെങ്കിലും ഏലസ് എഴുതി കെട്ടിയാൽ, ഉറുക്കെഴുതി കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ മുശ്രിക്കായി. അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാ അല്ലേ? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു അടുത്ത കളവ്. ഇനി കേൾക്കുക, ആ ഒരു വിശ്വാസത്തിന്റെ മറ്റൊരു മുഖം. അള്ളാഹുവിന് സമാനമായ പേരുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തതെന്താ? അടുത്തത് ഇതിനേക്കാൾ അപകടകരമായ ഒരു വാദമാണ്. എന്താ ആ വാദം? ഒരു മുസ്ലിം ഒരു വഴിക്ക് പോവാ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇതിൽ പറയണത്. ഒരു മുസ്ലിം ഒരു വഴിക്ക് പോവാ, കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയുമുണ്ട്. രണ്ടാളും പോകുന്ന വഴിക്ക് വലിയ തർക്കത്തിലാണ്. എന്താ തർക്കം? ക്രിസ്ത്യാനി പറയുന്നത് യേശു ക്രിസ്തുവിനാണ് മഹത്വം കൂടുതലെന്ന് ക്രിസ്ത്യാനി പറഞ്ഞു. അപ്പൊ മുസ്ലിം പറഞ്ഞു അല്ല, മുഹമ്മദ് നബിക്കാണ് സ്ഥാനം കൂടുതലെന്ന് മുസ്ലിം പറഞ്ഞു. അങ്ങനെയാണ് തർക്കം വാഗ്വാദത്തിലെത്തിയപ്പോൾ അത് കണ്ടുകൊണ്ട് മൂന്നാമനായി മുഹ്യിദ്ദീൻ ശൈഖ് വന്നു. പുസ്തകത്തിൽ പറയാ. എന്നിട്ട് എന്താ ഉണ്ടായത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനിയോട് പറയുകയാണ്, ഞാനൊരു പ്രവാചകനല്ല, മുഹമ്മദ് നബിയുടെ അനുയായിൽപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. ഞാൻ ഒരു മരണപ്പെട്ട ആളെ ജീവിപ്പിച്ചാൽ നീ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിക്കാമോ? മുഹ്യിദ്ദീൻ ശൈഖ് ചോദിച്ചുത്രേ. അപ്പൊ ക്രിസ്ത്യാനി അതേന്ന് പറഞ്ഞു. എന്നാൽ ഒരു മയ്യത്തുള്ള ഖബർ കാണിച്ചു തരാൻ പറഞ്ഞു. ഖബർ കാണിച്ചു കൊടുത്തപ്പോൾ മുഹ്യിദ്ദീൻ ശൈഖ് ആ ഖബറിനരികിൽ പോയി ഇപ്രകാരം പറഞ്ഞു, എന്റെ അനുവാദത്തോടെ നീ എഴുന്നേൽക്കൂ, കുമ്പി ഇതിനി, എന്റെ അനുവാദത്തോടെ എഴുന്നേൽക്കൂ. ഉടനെ ഖബർ പൊട്ടിക്കീറുകയും മയ്യത്ത് ജീവനോടെ എഴുന്നേൽക്കുകയും ചെയ്തു. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമല്ലേ? ആ അള്ളാഹ്ക്കുള്ള കഴിവ് മുഹ്യിദ്ദീൻ ശൈഖിന് എവിടുന്ന് കിട്ടി?
ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അള്ളാഹുവിന് സമാനമായി കൊണ്ട് ആശയങ്ങൾ, വിശ്വാസങ്ങൾ ഒരു ഭാഗത്ത് നമ്മുടെ സഹോദരങ്ങൾ പ്രചരിപ്പിക്കുന്നു. മുഹയ്യിദ്ദീൻ ശൈഖിനുണ്ട്, മരിച്ചുപോയ മഹാന്മാർക്കുണ്ട്, അതേപോലെ തന്നെ തങ്ങന്മാർക്കുണ്ട്, ഔലിയാക്കന്മാർക്കുണ്ട് എന്ന് വാദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ആ വാദം തെറ്റാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ആ വാദം തെറ്റാണ്, അതൊരിക്കലും പറയാൻ പാടില്ല. അത് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് എന്താ? കണ്ടില്ലേ വഹാബികള്, കണ്ടില്ലേ മുജാഹിദുകള് മഹാന്മാരെ തള്ളിപ്പറയുന്നത് കണ്ടില്ലേ? എന്നിട്ടെന്താ അതിന് തെളിവ് പറഞ്ഞത്? മഹാന്മാരോട് വിളിച്ച് തേടാമെന്നതിന് ഇവിടെ വന്നൊരു മുസ്ലിയാര് പ്രസംഗിച്ചു പോയതെന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ എന്നെ നീ ആക്കണമേ, അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണ്, മഹാന്മാരുടെ മാർഗമാണ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് മഹാന്മാരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല എന്നാ പറഞ്ഞത്. തള്ളിക്കളയണ്ട, നമ്മളും പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞത് മഹാന്മാരുടെ മാർഗം അത് നമുക്ക് തള്ളിപ്പറയാൻ പറ്റൂല എന്നാ പറഞ്ഞത്, തള്ളിക്കളയണമെന്നല്ല. പക്ഷേ ആ മഹാന്മാരുടെ മാർഗം ഏതാ? ഏത് മഹാനാ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരിൽ ഏത് പ്രവാചകനാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചത്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയത്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാട് നടത്തിയത്? മുഹയ്യിദ്ദീൻ ശൈഖ് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് ഇബ്രാഹിം നബിക്ക് നേർച്ച നടത്തിയോ? ഇബ്രാഹിം നബിയോട് വിളിച്ച് പ്രാർത്ഥിച്ചോ? ഇബ്രാഹിം നബി തൊട്ട് മുമ്പുള്ള പ്രവാചകന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചോ? അപ്പോൾ പ്രവാചകന്മാരുടെ മാർഗം അതല്ല, സിദ്ദീഖീങ്ങളുടെ മാർഗം അതല്ല, ശുഹദാക്കളുടെ മാർഗവും അതല്ല, സ്വാലിഹീങ്ങളുടെ മാർഗവും അതല്ല. അവരുടെയൊക്കെ മാർഗം എന്താ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതപ്പോ മഹാന്മാരോട് നമുക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മഹാന്മാരോട് സ്നേഹമുണ്ട്. പ്രവാചകനോട് നമുക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടല്ലോ. പ്രവാചകനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നമ്മൾ പ്രവാചകന്റെ മാർഗം പിൻപറ്റൂ എന്ന് പറഞ്ഞത്, അല്ലേ? പ്രവാചകനോട് സ്നേഹമുള്ളത് കൊണ്ടാ പ്രവാചകന്റെ മാർഗം നമ്മൾ പിൻപറ്റാൻ പറയുന്നത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു പറഞ്ഞത് പിൻപറ്റുക. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടുക. അള്ളാഹു എന്നത് റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂല് പറഞ്ഞത് സ്വീകരിക്കുക എന്നർത്ഥം. അല്ലാതെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹിയുടെ പേരില് വർഷത്തിൽ ഒരു പ്രാവശ്യം ജന്മദിനം ആഘോഷിക്കലാണ് റസൂലിനെ സ്നേഹിക്കലെന്ന് ആരെങ്കിലും വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തെറ്റാണ്. അതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ പരിമിതമായ സമയത്ത് വിശദീകരിക്കേണ്ട വിഷയമല്ല. മുജാഹിദ് പ്രസ്ഥാനം ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുക. മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്ന ഒന്ന് പ്രമേയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുക. അതില് അള്ളാന്റെ പ്രവാചകനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ തിരഞ്ഞെടുത്തത്, അല്ലേ? പ്രവാചകന്റെ മഹത്വം പറയണ്ട എന്ന് നമുക്ക് വാദമില്ല. പക്ഷേ അള്ളാന്റെ പ്രവാചകന്റെ മഹത്വം പറയാനെന്ന പേര് പറഞ്ഞുകൊണ്ട് മാലകളും മൗലിദുകളും ഗദ്യപദ്യ രൂപത്തിൽ സമ്മിശ്രമായി കൊണ്ട് ചൊല്ലിപ്പറയുന്ന ഈ പ്രവണതയുണ്ടല്ലോ, അത് പ്രവാചകന്മാര് പഠിപ്പിച്ച മാർഗമേ അല്ല. പ്രവാചകന്മാരെ സ്നേഹിക്കണം, അള്ളാന്റെ പ്രവാചകനെ സ്നേഹിക്കണം. പ്രവാചകൻ എന്ത് കൊണ്ടുവന്നോ ആ കൊണ്ടുവന്നത് അതേ പ്രകാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകന്മാരെ സ്നേഹിക്കുമ്പോൾ പ്രവാചകനെ അള്ളാന്റെ പ്രവാചകനെ സ്വഹാബികൾ എങ്ങനെ സ്നേഹിച്ചോ അതേ പ്രകാരം സ്നേഹിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളാ മുജാഹിദുകൾ, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ ഇസ്ലാം മതാശ്ലേഷം ഹദീസുകളിൽ വളരെ വ്യക്തമായി കാണാം. അബൂ ഖുഹാഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. മക്ക ഫതഹാകുന്ന അന്ന്, മക്ക ഫതഹായ അന്ന്, മക്കം ഫതഹിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായിട്ട് ചുറ്റുവട്ടത്തിൽ ഇരിക്കുമ്പോൾ അള്ളാന്റെ പ്രവാചകന്റെ സവിധത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വൃദ്ധനായ പിതാവിനെയും കൊണ്ടുവരികയാണ്. ആരാ? അബൂ ഖുഹാഫ. ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രബോധനം ആരംഭിച്ച സമയത്ത് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അള്ളാഹുവിന്റെ
പ്രവാചകനിൽ വിശ്വസിച്ച ആളാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ആ നിമിഷം വരെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സിൽ വലിയ വിഷമമുള്ള കാര്യമാണ്. അത് സഹാബികൾക്കറിയാം. സഹാബികൾക്ക് ആ വിഷമം വലിയ പ്രയാസമായി മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിലേക്ക് ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായി വാർദ്ധക്യ സഹജമായി കണ്ണിന്റെ കാഴ്ച പോലും മങ്ങിപ്പോയ അബൂ ഖുഹാഫയെയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അബൂ ഖുഹാഫ അള്ളാന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിരുന്നപ്പോൾ അബൂ ഖുഹാഫയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചു, ഹലാ തറക്ത ശൈഖ യാ അബൂബക്കർ, ഈ വയസ്സായ പിതാവിനെ വീട്ടിൽ ഇരുത്തിയിട്ട് വന്നു കൂടായിരുന്നോ? നമുക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കാണാമായിരുന്നല്ലോ. ഉടനെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങോട്ട് വന്ന് കാണാൻ ഉത്തമനായ ഒരാളുണ്ടെങ്കിൽ അത് അങ്ങ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയെ കൊണ്ടുവന്ന് പ്രവാചകന്റെ മുമ്പിലിരുത്തി വിറയാർന്ന കൈകൾ കൊണ്ട് അബൂ ഖുഹാഫ റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് കൈകൾ കയറി പിടിച്ചു. ആ സന്ദർഭത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖുഹാഫയുടെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, അബൂ ഖുഹാഫ, ഇസ്ലാം മതം സ്വീകരിക്കൂ, എന്നാൽ നിനക്ക് രക്ഷപ്പെടാം, നരകത്തിൽ പോകാണ്ട് രക്ഷപ്പെടാം. അബൂ ഖുഹാഫ അത് കേട്ട മാത്രയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇസ്ലാം മതം സ്വീകരിച്ചു. സഹാബികൾക്കെല്ലാം വലിയ സന്തോഷമായി. കാരണം അബൂ ഖുഹാഫ മുശ്രിക്കായി മരിച്ചു പോകുമെന്നൊരു പേടി അബൂബക്കർ സിദ്ദീഖിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സങ്കടപ്പെട്ടിരുന്നു. ഇതോടുകൂടെ അദ്ദേഹത്തിന്റെ സങ്കടം അസ്ഥാനത്തായല്ലോ, ഇനി അദ്ദേഹത്തിന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സഹാബികൾ പരസ്പരം സന്തോഷത്താൽ ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം പ്രസന്നമല്ല, അദ്ദേഹത്തിന്റെ മുഖം മ്ലാനമായിരിക്കുക. സഹാബികൾ പോയി ചോദിച്ചു, അബൂബക്കറെ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? സന്തോഷിക്കാൻ പറ്റിയ നല്ലൊരു സുദിനമല്ലേ, നല്ലൊരു അവസരമല്ലേ ഇത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയുമോ? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്റെ പിതാവ് ഇസ്ലാം മതം സ്വീകരിച്ചത് സന്തോഷമുള്ള കാര്യമാണ്, ഞാൻ ആഗ്രഹിച്ചൊരു വിഷയമാണ്. പക്ഷേ എന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതല്ലാണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിതൃവ്യൻ അബൂ താലിബ് ഇസ്ലാം മതം സ്വീകരിക്കാതെ മരണപ്പെട്ടു പോയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിൽ പ്രയാസമുണ്ടായില്ലേ? എന്നാൽ അന്നെങ്ങാനും അബൂ താലിബ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. ആ സന്തോഷം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടു പോയതാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലൂദ് നടത്തിയിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താജുസ് സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിദിനം ആഘോഷിച്ചിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ പ്രവാചകന്റെ പേരിൽ ഘോഷയാത്ര നടത്തിയിട്ടില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ പ്രവാചകന്റെ ഖബറിൽ പോയിട്ട് ആ പ്രവാചകനോട് പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു നമുക്കത് ചെയ്യണ്ട. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലോ, സ്നേഹമുള്ളത് കൊണ്ടാണ്. കാരണം പ്രവാചകൻ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു മാർഗം നമ്മൾ ഇസ്ലാമിന്റെ മാർഗമായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകൻ പറഞ്ഞു തന്നിരിക്കുന്ന മാർഗം അത് ഖദമം ബി ഖദം, പാദാനുപാദം പിൻപറ്റണമെന്ന് വാശി പിടിക്കുന്നവരാ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം സമ്പൂർണ്ണമാക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോയത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പ്രഖ്യാപിച്ചുകൊണ്ടാ പോയത്. ഇന്നേ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാനിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഇവിടെ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ട മതമാക്കി തന്നിരിക്കുന്നു. ഇത് പഠിപ്പിച്ച പ്രവാചകൻ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്ന ഒരു
പാഠമുണ്ട്. അദ്ദേഹം പറയുന്നു, ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനുൽ യൗമു ദീനാ. ആ ദിവസം എന്തെല്ലാം ദീനായിരുന്നോ അതെല്ലാം ഇന്നും ദീനാണ്. ആ ദിവസം എന്തെല്ലാം ദീനല്ലയോ അതൊന്നും ഇന്ന് ദീനല്ല. വളരെ വ്യക്തമാണ്. മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ പ്രഗത്ഭനായ ഇമാമല്ലേ. നമ്മൾ ഇമാമിങ്ങളെ ചീത്ത പറയുന്നവരാന്നൊക്കെ പറയും. മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ മദ്ഹബിന്റെ പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇമാമിങ്ങളുമാണ്. അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞത് അന്ധമായി പിൻപറ്റണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അവര് പറഞ്ഞതിൽ ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്ത തള്ളിക്കളയാം. അത് അവര് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാ. അങ്ങനെയുള്ള മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ആ ദിവസം എന്തെല്ലാം ദീനല്ലയോ അതൊന്നും ഇന്ന് ദീനല്ല. മുജാഹിദ് പ്രസ്ഥാനം അവിടെ നിൽക്കുകയാണ്. അന്ന് ദീനല്ലാത്തത് എന്തെല്ലാം ഉണ്ടോ? മാല മൗലിദുകൾ എന്ന് ദീനല്ല, ഖബർ കെട്ടിപ്പൊക്കൽ എന്ന് ദീനല്ല, അതേ പ്രകാരം മരിച്ചുപോയവരുടെ ഖബറുകൾ പോയി പ്രാർത്ഥിക്കൽ എന്ന് ദീനല്ല, അതൊന്നും ഇന്നും ദീനല്ല. ജന്മദിനം ആഘോഷിക്കൽ അന്ന് ദീനല്ല, അത് ഇന്നും ദീനല്ല. അതാ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും അല്ലേ? മുജാഹിദുകൾ പറയുന്നത് തെറ്റാണ്. ഇപ്പൊ അടുത്ത് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ മുസ്ലിയാർ പറഞ്ഞത് സ്ത്രീ ജമാഅത്ത് ആദ്യമായി പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് ഒതായിലാണെന്ന്. തെറ്റിപ്പോയി സഹോദര. ആദ്യമായി പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് മക്കത്താണ്. അതെ, ആദ്യമായി പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് മദീനയിലാണ്. ഞാനിവിടെ 3 ഹദീസുകൾ മാത്രം, 3 ഉദ്ധരണികൾ ഞാൻ വായിക്കാം. ഈ ഒരു വിഷയം ഈ ജനങ്ങളുടെ ഈ നാട്ടിൽ വന്നിട്ട് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ഒരു ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. സഹീഹ് മുസ്ലിമിലെ 186-ാമത്തെ ഹദീസ്. അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അല്ലാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്. ഒരു ഹദീസ്. അപ്പോ ഒതായിലല്ല ആദ്യം പള്ളി പോയതെന്ന് മനസ്സിലായി അല്ലേ? അടുത്ത ഹദീസ് കേക്ക്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി 865 നമ്പർ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തഅദനകും നിസാഅകുമുൽ ലൈല ഇലൽ മസ്ജിദി ഫഅദ്നു ലഹുന്ന. പെണ്ണുങ്ങൾ രാത്രിയിൽ പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം കൊടുക്കണം. അപ്പൊ പകല് പോയിക്കൊണ്ടിരുന്നു എന്ന് മനസ്സിലായി. പകല് പോകുന്നതിന് തടസ്സമില്ലായിരുന്നു. ഇനി രാത്രി ചോദിച്ചാലും നിങ്ങൾ കൊടുക്കണം. അടുത്ത ഹദീസ് കേക്ക്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന ഒരു ഉദ്ധരണി, ഖൗലുഹു ബില്ലൈലി ഫീഹി, രാത്രിയിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇശാറത്തുൻ, അതൊരു സൂചനയാണ്. ഇലാ അന്നഹും മാ കാനൂ യംനഊനഹുന്ന ബിന്നഹാർ, സഹാബികൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് തടഞ്ഞിരുന്നില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി പഠിപ്പിക്കുന്നു. ഇനി ഒരു ഹദീസ് ഇബ്നു മാജയുടെ റിപ്പോർട്ടും കൂടെ വായിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ പള്ളിയിൽ പോകുന്നതിൽ നിന്ന് തടയാൻ പാടില്ല. അത് പറയുമ്പോൾ പറയും മസ്അല ചോദിക്കാൻ പോകാം, നൂല് മന്ത്രിക്കാൻ പോകാം, ഏലസ മന്ത്രിക്കാൻ പോകാം, പിഞ്ഞാണം എഴുതാൻ പോകാം, അതിനൊക്കെ പോകുന്നതിനെ തൊട്ട് തടയരുതെന്നാ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ അടുത്തവരെ, യുസല്ലീന ഫിൽ മസ്ജിദ്, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നതിനെ തടയാൻ പാടില്ല. ഇതാരാ പറഞ്ഞത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് മുമ്പാ പറഞ്ഞെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഹിജാബിന്റെ ആയത്തൊക്കെ ഇറങ്ങി റസൂലുള്ള വഫാത്തായതിനു ശേഷമാണല്ലോ ഇബ്നു ഉമർ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാലോ ഹിജാബിന്റെ ആയത്തും കൂടെ കൂട്ടിച്ചേർക്കണോട്ടൊന്ന് പറയാലോ? ഇല്ല. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ. കിതാബ് പരമായി അറിവില്ലാത്ത ആളുകൾക്ക് വിഷയങ്ങൾ തലപ്പാവ് ധരിച്ചു ആരെന്തുവെന്ന് പറഞ്ഞാലും സ്വീകരിക്കുമെന്നുള്ളതായ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ. എന്നാ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് ഈ സമുദായത്തെ പഠിപ്പിക്കുകയും പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ ഈ സമുദായത്തിൽ നിന്ന് മറച്ചു പിടിക്കുകയും ചെയ്തതാണ് നമ്മുടെ സമുദായത്തിന് സംഭവിച്ചു പോയ ഏറ്റവും വലിയ ആപത്ത്. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും ഞാൻ പറയാതെ പോയിട്ടില്ല.
ഞാൻ നിങ്ങൾക്ക് ഇസ്ലാം സമ്പൂർണമാക്കി പ്രഖ്യാപിച്ചു എന്ന ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, തറക്തുക്കും അലൽ ബൈളാ, നിങ്ങളെ വ്യക്തമായ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, ആ പ്രതലത്തിന്റെ രാത്രിയുണ്ടല്ലോ പകല് പോലെ വ്യക്തമാണ്. പിന്നെ പറഞ്ഞു, ഉസ്താദ് ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോയി, സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞിട്ട് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്ന് പറയുന്നതിന് പകരം സിറാത്തല്ലദീന ഖുർആൻ വ സുന്ന എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന്. അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. തറക്തുക്കും സഖലൈൻ, കനവത്തായ രണ്ട് കാര്യം നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റൂല. തെറ്റുപറ്റിയത് എവിടെയാ? ആ രണ്ടും മുറുകെ പിടിക്കാത്തത് കൊണ്ടാ. കിതാബ് അല്ലാഹ് വസുന്നത്ത് റസൂലില്ല, അള്ളാഹുവിന്റെ കിതാബും അള്ളാഹിന്റെ പ്രവാചകന്റെ സുന്നത്തും ഇത് മുറുകെ പിടിക്കാൻ. പിന്നെ അബ്ബാസ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ഖിലാഫത്തിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. അപ്പോ റഈസുൽ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നപ്പോ ചോദിച്ചു, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വകിതാബുഹാ വാഹിദുൻ വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദത്തുൻ. ഈ സമുദായത്തിൽ എങ്ങനെയാണ് ഭിന്നത ഉണ്ടാകുന്നത്? പല അഭിപ്രായങ്ങൾ ഈ സമുദായത്തിൽ എങ്ങനെ ഉണ്ടാകും? ഈ സമുദായത്തിന്റെ കിതാബ് ഒന്നാണ്, നബി ഒന്നാണ്, ഖിബില ഒന്നാണ്. അപ്പൊ ഒരു കിതാബിൽ വിശ്വസിക്കുന്ന, ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ഒരു ഖിബിലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന ഈ സമുദായം എങ്ങനെ ഛിന്ന ഭിന്നമാകും? ഇത് ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ഇതാണ്, യാ അമീറുൽ മുഅ്മിനീനെ, വിശ്വാസികളുടെ നായക, ഇന്നാ അൻസല അലൈനൽ ഖുർആന ഫഖറഅനാഹു വഅല്ലംനാഹു ഫീമാ നസ്സല. ഖുർആൻ നമുക്ക് ഇറങ്ങി, നമ്മൾ ഖുർആൻ പഠിക്കുകയും വായിക്കുകയും ചെയ്തു. അത് ഇറങ്ങിയ സാഹചര്യവും സന്ദർഭവും റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചു തന്നു, നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് നമുക്കിടയിൽ പ്രശ്നമൊന്നുമില്ല. എന്നാൽ നമുക്ക് ശേഷം വരുന്ന ആളുകൾ അവർ യഖ്റഊനൽ ഖുർആന, ഖുർആൻ വായിച്ചു പഠിക്കും, പക്ഷേ ലാ യഅരിഫൂന ഫീമാ നസ്സല, ഇറങ്ങിയ സാഹചര്യം സന്ദർഭം ആ ആയത്തിന്റെ അർത്ഥം ആശയം എന്താണെന്ന് അവരറിയൂല. അങ്ങനെ വരുമ്പോൾ ഫയകൂനു കുല്ല യൗമിൻ റഅയുൻ, ഓരോ ദിവസവും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. വഇദാ കാന ലിഖൗമിൻ ഫീഹി റഅയുൻ, ഒരു സമുദായത്തിന് സ്വന്തം അഭിപ്രായം ഖുർആന്റെ വിഷയത്തിൽ ഉണ്ടായാൽ ഇഖ്തലഫു, അവിടെ ഭിന്നത ഉണ്ടാകും. അതല്ലേ ഉണ്ടായത്? ഒരു കാലഘട്ടത്തില് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോടെ ചോദിച്ചപ്പോ കൊട്ടപ്പുറം സംവാദത്തിൽ ഒരു മുസ്ലിയാർ ആയത്തോതി അല്ലേ? ആയത്തോതി ഖുർആനിൽ നിന്ന് അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ ആയത്തെ ഖുർആനിൽ നിന്ന് അല്ലേ? ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ പരിസര പ്രദേശത്തൊരു സംവാദം നടന്നു. ആ ചോരയും നീരും കുടിച്ച് ഇതിൽ നിന്ന് ഒരു മുസ്ലിയാരോ ഓതിയോ ഇങ്ങനെ കൊണ്ടോ ഖുർആൻ
ഈ സമൂഹത്തോട് പറയുന്നത്. അത് പറയുമ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വിശ്വാസി, നമ്മൾ മുജാഹിദുകളാണെന്ന് കരുതി കയ്യും കെട്ടിരിക്കാൻ പറ്റിയ ആൾക്കാരല്ല. മറിച്ച് ഒരു വിശ്വാസി ശിർക്കിന്റെ വിഷയത്തിൽ എപ്പോഴും ജാഗ്രത പാലിക്കണം. അല്ലെ, ഞാനൊന്നും കരുതിയിട്ടില്ല ഇങ്ങനത്തെ ഒരു വിഭാഗം ആളുകളൊക്കെ ഈ ഒരു പിഴച്ച വിശ്വാസമായിട്ട് പോകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച കാലം മുതലുള്ള ചരിത്രം എടുത്ത് വായിച്ചാൽ, കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച് 1920 കാലഘട്ടമായപ്പോഴേക്കും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തവസ്സുലാക്കാനും വേണ്ടി ഞങ്ങൾക്ക് അവസരം ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖബറുകളിൽ കെട്ടിപ്പൊക്കാനും ജാറമുണ്ടാക്കാനും എന്ന് വാദിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി. ഒരു വിഭാഗം ആളുകൾ പോയി. അതിനുശേഷം വിശുദ്ധ ഖുർആന്റെ വരികൾക്ക് ബുദ്ധിപരമായി കൊണ്ട് ആശയം നൽകണം, അർത്ഥം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വരികളെ സ്വന്തമായി വ്യാഖ്യാനിച്ച് സ്വന്തമായി ആശയം നൽകി. ചില വരികൾ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകൾ പറയുന്ന ഭാഗങ്ങളൊക്കെ യുക്തിപരമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് CN അഹ്മദ് മൗലവി വരികയും അദ്ദേഹത്തിന്റെ സ്വന്തം വാദവുമായിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം വിശുദ്ധ ഖുർആൻ മാത്രം തെളിവാക്കിയാൽ മതി, ഹദീസുകളൊന്നും തെളിവാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും സഹാബികളെ എല്ലാം വളരെ മോശമായി ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ചേകന്നൂർ മൗലവി ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അതിനുശേഷം പല ആളുകളും ഒറ്റപ്പെട്ട വാദങ്ങളുമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിനുശേഷം 2002 കാലഘട്ടത്തിൽ ഹദീസിനെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കണമെന്ന അവകാശവാദവുമായിക്കൊണ്ട് മടവൂർ വിഭാഗം മൗലവിമാര് ഈ പ്രസ്ഥാനത്തിൽ നിന്നും സ്വന്തം ആശയം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. 2012 ആയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം കാണാത്ത ഒരു പുതിയ വാദവുമായിട്ട് വന്നു. അതായത് ജിന്നുകളോട് സഹായത്തേട്ടം നടത്തുന്നത് ശിർക്കല്ല എന്ന തരത്തിലുള്ള വാദം. ഇപ്പൊ പറയണ ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന്. തെറ്റാ, വാദമൊക്കെ ഉണ്ട്, വാദമുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട് നമ്മുടെ കയ്യിൽ. കുടുങ്ങിയപ്പോ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല, ഒളിഞ്ഞായാലും മറഞ്ഞായാലും നേർക്കായാലും വിജനപ്രദേശത്തായാലും അത് തീർന്നുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു വിഭാഗം ആളുകൾ പറഞ്ഞു. അങ്ങനെ ഒരു വിഭാഗമായിട്ട് ഇനിയും പോകും എന്ന് നമുക്ക് പറയാനുള്ളൂ. ഇനിയും പോകാനുള്ളവരൊക്കെ പോകും. ഇങ്ങനെ വാദങ്ങളൊക്കെ ആയിട്ട് പുതിയ വാദങ്ങൾ ഉണ്ടാകും. ഈ പുതിയ വാദങ്ങൾ ഉണ്ടാകുമ്പോഴും അടിസ്ഥാനപരമായ ആദർശത്തില് ഉറച്ചു നിൽക്കാൻ ഈ പ്രസ്ഥാനത്തിന് കരുത്ത് കിട്ടണം. അല്ലെ, ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രവർത്തകരായ ആളുകൾ, അവരെല്ലാം ഈ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. ഓരോരുത്തരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ വളരെ അടുത്ത ആൾക്കാരൊക്കെ ആയിരിക്കും വാദങ്ങളായിട്ട് വരുന്നത്. അപ്പൊ അവരോടൊക്കെ പറയണം, എന്ത് ഖാലു സലാമ, അത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത തരത്തിൽ കളിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത് പമ്പര വിഡ്ഢികളുടെ സ്വഭാവ. അവിടെയാണ് ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇവിടത്തെ സംഘാടകർ വലിയൊരു ഉദ്ദേശവുമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അതായത് ഈ പ്രദേശത്തുള്ള ആളുകള് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണെന്നൊന്ന് കേൾക്കണം, അവർ മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ നിന്ന് സൗകര്യമുള്ള ആളുകള് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്ത